ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടണ ഒരു സ്വീറ്റ്ന അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അടിപൊളി ടേസ്റ്റ് ആട്ടാ. അപ്പോൾ വായോ വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഞാൻ മൈദയാണ് എടുത്തിരിക്കണേ. ഒരു 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 2 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇനി 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര. ഇനി ചെറിയ ചൂടുള്ള പാല് 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. എൻ്റെ കയ്യിൽ സ്റ്റാൻഡ് മിക്സർ ഉള്ളത് കൊണ്ട് ഞാൻ അതിൽ വെച്ചാണ് കുഴക്കുന്നത്. അല്ലാത്തവർ കൈ വെച്ച് കുഴക്കാം. ഇനി ഇതിലോട്ട് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 വലിയ ടീസ്പൂണോളം 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. നന്നായി ഒരു 10-15 മിനിറ്റോളം നന്നായി കുഴച്ചെടുത്ത് അത് മാവ് നന്നായി നല്ല നൈസായിട്ട് വരും വേണം. മാവ് ഇങ്ങനെ കൈ കൊണ്ട് വലിക്കുമ്പോൾ വിട്ടുപോകാത്ത രീതിയിൽ ആവണം. അപ്പം നമ്മുടെ മാവ് നന്നായി കുഴച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ബട്ടർ തടവി നമുക്കത് മാവ് പന്താനായിട്ട് വയ്ക്കാം. ഒരു 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കണ്ടില്ലേ, നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി മാവ് നമ്മൾ ഒരു കൗണ്ടർ ടോപ്പിലേക്കാണ് ഇടുന്നത്. ഞാൻ വലിയൊരു പ്ലേറ്റ് ഉണ്ട്, അതിലേക്ക് ഒഴിച്ചിട്ട് ഇനി ഇതിലോട്ട് 2 വലിയ ടീസ്പൂണോളം ബട്ടർ ചേർത്തി 4 മടക്കി കൊടുക്കാം. അത് വീഡിയോ മിസ്സായി പോയിട്ട് അപ്പം അങ്ങനെ മടക്കി കൊടുത്തത് ഒരു വാട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും 15 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും എടുത്ത് ഇതുപോലെ മടക്കി 4 മടക്കി നമ്മൾ മൂടി വെച്ച് ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് വെച്ച് വീണ്ടും എടുത്ത് അതുപോലെ 3-4 പ്രാവശ്യം വെക്കാം. ഓരോ പ്രാവശ്യവും എടുത്ത് ഇതുപോലെ പരത്തി ബട്ടർ തേച്ച് 4 വശവും മടക്കി ഫ്രിഡ്ജിൽ വെക്കാം. നമ്മൾ പപ്സിന്റെ ഷീറ്റ് ഉണ്ടാക്കൂലേ, അതേ പ്രൊസീജിയർ തന്നെയാണ്. ഇനി നമ്മൾ വീണ്ടും പരത്തി ബട്ടർ തേച്ച് വീണ്ടും നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പൊടി ബട്ടർ നിറയെ ആയി കഴിയുമ്പോൾ നമ്മുടെ മാവ് ഭയങ്കരമായിട്ട് ലൂസായി പോകും. അപ്പം അങ്ങനെ വരുമ്പോൾ കുറച്ച് പൊടി കൗണ്ടർ ടോപ്പിൽ തൂവിയിട്ട് വീണ്ടും ഇതുപോലെ പരത്തി ബട്ടർ തേച്ച് അതിൻ്റെ മുകളിൽ 1 ടീസ്പൂണോളം പഞ്ചസാര വിതറിയിട്ട് നമ്മുടെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടിയോ ഡ്രൈ ഫ്രൂട്ട്സോ, അതായത് ഗ്രേപ്സ് അതുമാതിരി, പിന്നെ നാളികേരം ഏതിരുന്നാലും കുഴപ്പമില്ല. ഞാൻ ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ടിരിക്കണേ. കുറച്ച് കറുപ്പ മുന്തിരിയും ഉണക്കമുന്തിരിയും ഇട്ടിട്ടുണ്ട്. ഇനി നന്നായി മടക്കി ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഓരോ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അളവ് നോക്കി കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഫസ്റ്റ് ഞാൻ അതുപോലെ മാർക്ക് ചെയ്ത് പോണേ. അതുപോലെ എന്നിട്ട് കട്ട് ചെയ്തെടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഓരോന്നെടുത്ത് വെച്ച് അങ്ങനെ പ്രസ് ചെയ്തിട്ട് അപ്പം നമ്മുടെ അതിൻ്റെ ഉള്ളിൽ ടൂട്ടി ഫ്രൂട്ടിയും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ അതിൽ ഉള്ളിൽ തന്നെ അടങ്ങിയിരിക്കും. സ്വീറ്റ് പൊറോട്ട, സ്വീറ്റ്ന എന്നൊക്കെ പറയും ഇതിനെ. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് പഞ്ചസാര, 2 മണി പഞ്ചസാര വിതറി കൊടുക്കുക. വിതറി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്തെടുക്കുക. അപ്പൊ പഞ്ചസാര വിട്ടുപോവില്ല കേട്ടോ. ഇനി ഇതിന്റെ മുകളിലോട്ട്
ചെറുതായി ഒന്ന് ബട്ടർ അപ്ലൈ ചെയ്യണം. കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുക. പഞ്ചസാര അപ്ലൈ ചെയ്ത പിറകെ മുട്ട വേണമെന്നുള്ളൊരു മുട്ട അപ്ലൈ ചെയ്യുക. ഇല്ലെങ്കിൽ ഓയിലോ ബട്ടറോ അപ്ലൈ ചെയ്താൽ മതി. ഞാനിതിൻ്റെ മേലേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഒരു ടീസ്പൂണോളം ബട്ടർ എടുത്തിട്ട് കൈ കൊണ്ട് കുറേശ്ശെ ഇങ്ങനെ തടവി കൊടുക്കണം. അത് നമ്മൾക്ക് ഗ്ലേസിങ്ങും കിട്ടാനും മുരിക്കുമ്പോൾ നല്ല ബ്രൗൺ കളറും ആവാനാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. ഇനി നമ്മൾ ഓവനിൽ വെച്ചിട്ട് 150 ഡിഗ്രി സെൽഷ്യസിൽ 20-25 മിനിറ്റ് മുതൽ 40 മിനിറ്റിനുള്ളിൽ നമുക്ക് നമ്മുടെ സ്വീറ്റ്നർ റെഡി. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നമ്മൾ ചായക്കടയിലൊക്കെ പോകുമ്പോൾ സ്വീറ്റ് പൊറോട്ട എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും. അപ്പം നിങ്ങൾ ഇതുപോലത്തെ പുതിയ വീഡിയോസ് കാണാനും റെസിപ്പികൾ അറിയാനും വേണ്ടിയിട്ട് ആദിലക്ഷ്മി കിച്ചൻ വീട് കാണാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ഇതുപോലത്തെ റെസിപ്പികൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഓവനില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് അടുപ്പിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യണ പോലെ തന്നെ അടുപ്പിൽ വെച്ചായാലും ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയാൽ മാത്രം പോരാ, എനിക്ക് അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പൊ ഇനി പുതിയ റെസിപ്പിയായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ? അപ്പൊ എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ ഫ്രണ്ട്സ്.